അപ്പൊ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ കഴിഞ്ഞില്ല. കാരണം +2 പിള്ളേരുടെ എക്സാം ഒക്കെ ആയ തിരക്കുകൊണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയാൻ സമയം കിട്ടിയില്ല. അപ്പൊ പെട്ടെന്ന് ചെയ്യാനുള്ള കാരണം മറ്റേ ഇന്നലെ നമ്മുടെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഒരു അഭിപ്രായം പറഞ്ഞില്ലേ, അതായത് ഈ ഇത്രയും വലിയ മഹാനടന് എന്താ കോമൺ സെൻസ് ഇല്ലേ എന്നാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം അവർ ചോദിച്ചതിന് 100% അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു കോമൺ സെൻസ് ഇല്ല. ഒന്ന് മമ്മൂട്ടി എയറിലായതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. മമ്മൂട്ടി പണ്ടുകാലം മുതൽ തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് അടുത്തറിയുന്ന ആളുകൾക്ക് മാത്രമേ അദ്ദേഹം കാണിക്കുന്നത് ഒരു ചെറിയൊരു കുസൃതി അല്ലെങ്കിൽ നിഷ്കളങ്കതയാണെന്ന് മനസ്സിലാവുള്ളൂ. അത് പബ്ലിക്കിൽ പോയി കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എയറിലാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ 2-3 കാര്യങ്ങൾ മമ്മൂട്ടിയെ കുറിച്ച് നടന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിള്, അതായത് മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ജസ്റ്റ് ഒരു സെറ്റാണെന്ന് വിചാരിക്കും. ആ സെറ്റിൽ മൂപ്പര് പിന്നെ എല്ലാ കാര്യത്തിലും ഭയങ്കര കണ്ണിങ് ആണല്ലോ. അതായത് അപ് ടു ഡേറ്റ് ആണ് ആദ്യം. അതായത് എല്ലാ കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് കറക്റ്റായിട്ട് അറിയാം. ഏത് സമയം മൂപ്പര് ലാപ്പിലും ഇതിലൊക്കെയാണല്ലോ, ഫോണിലാണല്ലോ. എല്ലാ കാര്യങ്ങളും പണ്ടുകാലം മുതൽ തന്നെ മമ്മൂട്ടിക്ക് നല്ല ബോധ്യമാണ്. അപ്പോൾ അദ്ദേഹം ഈ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ വന്ന ഓരോ ആളുകളെയും വളരെയേറെ ശ്രദ്ധിക്കുന്ന പറയണത്. അതായത് അവരിട്ട ഡ്രസ്സ്, അവരിട്ട ജീൻസ്, അവരിട്ട കമ്പനി ഷർട്ട്, അവരിട്ട ഷൂ, അവരിട്ട വാച്ച്, ഇതെല്ലാം വളരെ കണ്ണിങ്ങായിട്ട് അദ്ദേഹം നോക്കും. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ആരെങ്കിലും അവിടെ ഷൈൻ ചെയ്യുന്നുണ്ടോ, അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഇംപ്രസീവായിട്ട് അവിടെ ആളുകളുടെ അടുത്ത് പെരുമാറുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ നല്ല ഷർട്ട് അദ്ദേഹം വേറൊരാൾ ധരിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ഭയങ്കര ക്യൂരിയോസിറ്റിയും ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യും അദ്ദേഹം. അഥവാ അങ്ങനെ അദ്ദേഹത്തെക്കാൾ സ്റ്റൈലായിട്ട് ആരെങ്കിലും വന്നു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഇട്ട ഷർട്ടിനേക്കാൾ ഒരു പിടി മുമ്പിൽ ഒരാൾ ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഈഗോ അങ്ങോട്ട് വർക്കൗട്ട് ചെയ്യും. പിന്നെ അദ്ദേഹം ആ സെറ്റിന് അദ്ദേഹത്തിന് ആ ഷർട്ട് ഊരിപ്പിച്ച് അദ്ദേഹത്തിന് അടങ്ങും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആളുടെ അടുത്ത് എന്തോ ഒരു വണ്ടിയിൽ പോകുന്ന സമയത്ത്, കാറിൽ ഒരു പ്രമുഖ എഴുത്തുകാരൻ പോകുന്ന സമയത്ത് മമ്മൂട്ടിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ട് മമ്മൂട്ടി അത് രാത്രി 2 മണിക്ക് അവിടെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഹൈവേയിൽ 2 മണിക്ക് ഇറക്കി വിട്ടിട്ട് പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ആൾക്ക് നോർമലായിട്ട് ആൾ തിരിച്ചു വന്നിട്ട് ആളെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങൾ മമ്മൂട്ടിയെ കുറിച്ച് ഒരുപാട് സിനിമാക്കാർക്ക് അറിയാം. പക്ഷെ അതേതാണ് അദ്ദേഹം പബ്ലിക്കിൽ കാണിച്ചത്. ഇപ്പൊ ജസ്റ്റ് അവിടെ ഈ വയനാട് ചുരൽമല മുണ്ടക്കയം ചുരൽമലയിലുള്ള പ്രശ്നത്തിലാണല്ലോ വന്നത്. അവിടെ ടൗൺഷിപ്പിന് വേണ്ടി ഇത് കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് മെയിനായിട്ട് അവിടെയുള്ള ഒരു സന്ദർശനം എന്ന് പറയുന്നത് അദ്ദേഹം ആരോടും പറയാതെയാണ് ആ സന്ദർശനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായത്. അവിടെ ഈ ഷെഫീഖ് എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് അവിടെ ഇദ്ദേഹം വന്നറിഞ്ഞതിന് ശേഷം വന്നതാണ്. പക്ഷെ അവിടെ മെയിൻ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ എപ്പോഴെങ്കിലും കൂടുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവിടെ വന്ന് അന്വേഷണം നടത്തുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ജനങ്ങൾക്കൊരു സുപരിചിതൻ എന്ന് പറയുന്നത് അവിടുത്തെ തദ്ദേശീയരായ ഒരു നേതാവായിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാലോ. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ഭാഗത്ത് ഒരു നേതാവാണെന്ന് വിചാരിക്കും. ആ നേതാവും ഒരു മോഹൻലാലും കൂടി വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾക്ക്, സാധാരണ ആ പ്രദേശത്തിലെ ആളുകൾക്ക് ആരെയാണ് കൂടുതൽ പരിചയം? പുറമേ നിന്ന് വന്ന മോഹൻലാലിനെ ആയിരിക്കുമോ, അവിടെയുള്ള ആ നേതാവിനെയായിരിക്കും? സ്വാഭാവികമായിട്ടും അവിടെയുള്ള നേതാവിനെയായിരിക്കും. ഇത് തന്നെയാണ് അവിടെ പ്രശ്നം. അവിടെ മമ്മൂട്ടി വന്നു, ഈ നേതാവും വന്നു. അപ്പോൾ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പരിചയം എന്താണ്? അവിടുത്തെ നേതാവിനെയാണ്. മമ്മൂട്ടിനെ സെലിബ്രിറ്റി, ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ ആളുകൾ കാണുന്നുണ്ട്, ജനങ്ങൾ തിങ്ങിക്കൂടുന്നുണ്ട്. പക്ഷെ അവിടെ സുപരിചിതൻ എന്ന് പറയുന്നത്, ജനങ്ങളുടെ സ്റ്റാർ എന്ന് പറയുന്നത് അവിടെ ഷെഫീഖായിരുന്നു.
അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു മുഖപരിചയം എന്ന് പറയുന്നത് ഷെഫീഖിന്റെ അടുത്താണ്. ആ ഒരു പരിചയം ജനങ്ങൾ കാണിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് മമ്മൂട്ടിക്ക് ഒരു പ്രശ്നമാണ്. സൂപ്പർ സ്റ്റാറും വലിയ ഇതായിട്ട് മുമ്പിൽ നടക്കുക. ജനങ്ങൾ കംപ്ലീറ്റ് ഷെഫീഖിനെ പരിചയം കാണിക്കുക, അദ്ദേഹത്തെ മൊതയിച്ചിരിക്കുക, ഇതാക്കുക. അപ്പോൾ കുറേ മമ്മൂട്ടിയാണ് സഹിച്ചു. പിന്നെ മമ്മൂട്ടിൻ്റെ ഈഗോ വർക്കൗട്ട് ചെയ്തിട്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ട് സൂപ്പർ സ്റ്റാറാണ്, മലയാള സിനിമേൻ്റെ അതികായനാണ് എന്ന് പറഞ്ഞിട്ട് വരുന്ന സമയത്ത് കൂടെ തൊട്ടപ്പുറത്തുള്ള ആളെ കൂടുതൽ പേര് മൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? അതും മമ്മൂട്ടിയെ പോലുള്ള ഒരാൾക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈഗോ കൊണ്ട് വർക്കൗട്ട് ചെയ്തു. പതുക്കെ അദ്ദേഹം മറ്റേ നിങ്ങളുടെ ആളാണെന്ന് വിചാരിക്കും. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, അതായത് നിങ്ങളുടെ ആ പാർട്ടിക്കാരനാണെന്ന് വിചാരിക്കും, നിങ്ങൾ പറഞ്ഞിട്ടാണ് വന്നതെന്ന് അറിയും. അപ്പം അതുകൊണ്ട് കൂടെ കൂടെ അങ്ങനെ വരണമെന്നില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അവിടെ ഇത് മമ്മൂട്ടി പറഞ്ഞതല്ലേ, ഏതാ ശരിയെന്നാണ് ഒരു തർക്ക വിഷയമായത്. അദ്ദേഹം ചെയ്തത് വളരെ മോശമാണ് അല്ലേ. നമ്മളൊക്കെ മമ്മൂട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, നമ്മുടെ സൂപ്പർ സ്റ്റാറൊക്കെ തന്നെ. പക്ഷേ ഭാഗ്യലക്ഷ്മി പറഞ്ഞ പോലെ കോമൺ സെൻസ് എന്ന് പറയുന്നത് ഒരു പരിപാടിയിൽ എന്താ പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് തീരെ വെളിവില്ല. അതാണ് സത്യം. അതായത് അവിടെ ഇത്രയും മൈക്കുകൾ അല്ലേ, അത് മമ്മൂട്ടിയാണ് അവിടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതെന്ന് ഒരുവിധം അറിഞ്ഞു. ധാരാളം യൂട്യൂബേഴ്സും മൈക്ക് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് വിവാദമാകുമെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. അതാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത് തീരെ ഇല്ല എന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാമായിരുന്നു, വിളിച്ച് നമുക്കൊരാളുടെ അടുത്ത് ഒരു നീരസമുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു അൺകംഫർട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഏതൊരു വ്യക്തിയുടെ അടുത്ത് എന്ത് കാര്യമാണെങ്കിലും തുറന്നു പറയാം. പക്ഷെ അതിന് സന്ദർഭവും സമയവും ഉണ്ട് അല്ലേ. ഇപ്പോൾ എത്ര ചെറിയ വ്യക്തിയാണെങ്കിലും അവിടെ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അവര് മമ്മൂട്ടി ഏതെങ്കിലും കാലത്ത് വന്ന് നോക്കി ഡയലോഗ് പറയുന്ന വ്യക്തിയാണ്. പക്ഷെ അവിടെ വയനാട്ടിൽ ചൂരൽമലയിൽ മുണ്ടക്കയം എന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ അടുത്ത് ഇന്ററാക്ട് നടത്തിയ നേതാവാണ് ഷെറീഫ് എന്ന് പറയുന്നത്, ജില്ലാ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയം അയാളാണ്. അപ്പം അയാളുടെ അടുത്ത് ഒരു കാര്യം പറയുന്ന സമയത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന അധികാരിനെ എന്ത് ചെയ്യുക, വിളിച്ച് കാര്യങ്ങൾ പറയാം അല്ല, വിളിച്ച് സ്വകാര്യതയിൽ പറയാം. എനിക്ക് ഇന്ന ഒരു അൺകംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, കൂടെ അതിൻ്റെ കൂടെ അങ്ങനെ എല്ലാ സമയത്തും കൂടെ നിൽക്കണ്ട, ഒന്ന് മാന്യമായി വളരെ ഇതിൽ പറയാം. ഇത് ആളുകളെ മുമ്പിൽ വെച്ചിട്ട് വലിയ ഗർവിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതാണ് ഈ സോഷ്യൽ മീഡിയയിൽ രണ്ട് ടീമുകളും കൂടിയിട്ട് തർക്കിക്കുന്നത്. അവിടെ മമ്മൂട്ടി ചെയ്തത് അത് ആര് ചെയ്താലും ശരി അല്ലേ. അവിടെ മമ്മൂട്ടി ചെയ്തത് തീരെ എന്താ പറയുക അനവസരമായി പോയി. പിന്നീട് ഈ മാപ്പ് കോപ്പ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് വളരെ ഇതായി. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. മീൻസ് ഈ ഒരു സിറ്റുവേഷനെ അദ്ദേഹത്തിന് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് ഈ ഒരു വിഷയമല്ല, മമ്മൂട്ടി എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അതായത് എന്തെങ്കിലും എടുത്തു ചാടിയാണ് പറയും, പിന്നീട് അതിനെ അനുസരിച്ച് പിന്നെ വേറെ ഒരു സംവിധായകൻ എന്തോ അദ്ദേഹത്തിനെ കുറിച്ച് മുടിയെക്കുറിച്ച് അങ്ങനെ എന്തോ പറഞ്ഞ് അദ്ദേഹം വീണ്ടും വിവാദത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളിലും മമ്മൂട്ടി അങ്ങനെയാണ്. അത് മമ്മൂട്ടി അടുത്തറിയുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് ഇതില്ല. 2-3 ദിവസം അപ്പോൾ അദ്ദേഹം എയറിലല്ല ശരിക്കും ബഹിരാകാശത്ത് പോയി എന്നാണ് സത്യം. അവിടെ എന്ത് സൂപ്പർ സ്റ്റാർ എന്ത് മെഗാ സ്റ്റാർ ആളിനെ പിടിച്ച് എയറിലിട്ട് കുടഞ്ഞു. അപ്പോൾ ആൾക്ക് ബോധ്യമായി. അന്ന് വൈകുന്നേരം തന്നെ ആൾക്ക് സംഭവിച്ചതിൻ്റെ അപാകത എന്താണെന്ന് ആൾക്ക് മനസ്സിലാവുകയും ചെയ്തു. മാപ്പും കോപ്പൊക്കെ പറഞ്ഞ് സംഭവം ഒന്ന് ചുളിൽ ഇതായി. ജനങ്ങൾ കംപ്ലീറ്റ് ഇളകി കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വളരെ സജീവം. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതും ഈ യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ ചാനലുകാരൊക്കെ ഇപ്പം എല്ലാവിടെയും പ്രത്യേകിച്ച് ഈ സൂപ്പർ സ്റ്റാർ പറയുന്ന ടീമുകളൊക്കെ വെളി വരുന്ന സമയത്ത് ചുറ്റും ക്യാമറ കണ്ണുകളായിരിക്കും. അപ്പം അവരെന്ത് പറയുന്നു, എങ്ങനെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ നിൽക്കുന്നു, ആരെ നോക്കുന്നു, അതെല്ലാം വളരെ ക്യാമറ കണ്ണുകൾ വളരെ സജീവമാണ്. ആ ടൈമിൽ പോയിട്ട് ഓരോ വങ്കത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സോറി എന്നൊക്കെ മാപ്പ് എന്നൊക്കെ പറഞ്ഞ് നടക്കേണ്ടി വരും. അപ്പം അത് പരമാവധി ഒഴിവാക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കുക. അത് സൂപ്പർ സ്റ്റാർ ആയാലും മെഗാ സ്റ്റാർ ആയാലും ജനങ്ങളാണ് കംപ്ലീറ്റ് ഇവരെയൊക്കെ ആക്കിയത്. ആ ഒരു ബോധമില്ലെങ്കിൽ ജനങ്ങൾ തന്നെ എടുത്ത് ചവിട്ടി അപ്പുറത്തേക്ക് എടുത്തത്. ഈ ഇൻസിഡന്റ് കഴിഞ്ഞപ്പോൾ
ഈ സോഷ്യൽ മീഡിയയിൽ രണ്ട് കൂട്ടർ തമ്മിലുള്ള അങ്കോയും മാറിയില്ലേ 1-2 ദിവസം. അതായത് സൈബർ സഖാക്കൾ കംപ്ലീറ്റ് മമ്മൂട്ടിക്കെതിരായി മാറി. പിന്നെ മമ്മൂട്ടി ഫാൻസിൻ്റെ ഇടയിൽ തന്നെ ഈ രണ്ട് ടീമുകൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമായി ചർച്ചകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ. അപ്പോൾ ഒന്നാമത് നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സിനിമാ സ്റ്റാറുകളിനെയും ഇതുപോലെ ഉള്ള ആളുകളെയൊക്കെ അന്ധമായി നമ്മൾ ആരാധിക്കാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ, കാരണം അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു ക്യാരക്ടറാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അതാണ് ജനങ്ങൾക്ക് പറ്റി. കാരണം ഈ ജനങ്ങൾ വിചാരിക്കുന്നത് ഇവന്മാര് സിനിമയിൽ കാണിക്കണ ഗിമ്മിക്കുകൾ കംപ്ലീറ്റ് യഥാർത്ഥ ലൈഫിൽ ഇവർ വളരെ ഇതാണെന്നാണ്. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, അദ്ദേഹത്തിനൊക്കെ ഞാൻ പണ്ട് ഒരു കാലത്ത് ഒരുപാട് ആരാധിച്ച ഒരു വ്യക്തിയാണ്. ഈ ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ സത്യ തിയേറ്ററിലെ ഒരു പടം മറ്റേ കാണുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ കൂടി കാണുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ വീട്ടിലെ ജോലിക്ക് നിർത്തിയ ജോലി ചെയ്യുന്ന സ്ത്രീ ഈ ഇയാളവിടെ പടം കാണുമായിരുന്നു. അവരെയൊക്കെ കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പടം കാണാൻ. ഈ 2.5 മണിക്കൂർ ആ സ്ത്രീനെ നിർത്തിച്ചിട്ട് ഈ സൂപ്പർ സ്റ്റാർ പറയണ ചങ്ങാതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ എന്താ വിജയന ലിംഗിയ അങ്ങനെ ഏതൊരു പടമാണ്. ആ പടത്തിന്റെ ഇത് പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2.5 മണിക്കൂർ ആ സ്ത്രീനെ വീട്ടിലെ ജോലിക്കാരനെ നിർത്തിയ വ്യക്തിയാണ് ഈ ഏഴത്തോഴൻ എന്ന് പറയുന്ന രജനീകാന്ത്. അതോടുകൂടി മറ്റേ ഈ സിനിമാ സ്റ്റാറുകളിനെ അന്ധമായി ആരാധിക്കുന്നത് അന്നത്തോടുകൂടി നിർത്തി. പ്രത്യേകിച്ച് ഈ രജനീകാന്തിനെയൊക്കെ ആള് സിനിമയിലൊക്കെ ഏഴത്തോഴൻ പണ്ട് തൊഴിൽക്കയിടും, യഥാർത്ഥ ലൈഫിൽ കണ്ടില്ലേ യഥാർത്ഥ മുഖം ഇതാണ്. ഇങ്ങനെ തന്നെയാണ് പല ആളുകളുടെയും. മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും രജനീകാന്ത് ആണെങ്കിലും ആരാണെങ്കിലും അന്ധമായി ആരാധിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഇനി അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.